സംഘങ്ങളെ സഹായിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി കെ.സി. വേണുഗോപാൽ. പദ്ധതികളുടെ യഥാർത്ഥ ഗുണങ്ങൾ കയർത്തൊഴിലാളിക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. കയർ കേരളയുടെ ഭാഗമായി ആലപ്പുഴയിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ കൂടി ഗവൺമെന്റ് ഒരുപാട് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുകയല്ല, സംഘങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഭയപ്പെട്ട് വന്നതിന് ശേഷവും സംഘങ്ങളെ സഹായിക്കാൻ ഒരുപാട് സ്കീമുകൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളായിട്ട് വന്നുവെങ്കിലും ഇതിന്റെ യഥാർത്ഥ ഗുണവശങ്ങൾ കയർ തൊഴിലാളിക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെ. ചെറുകിടക്കാരെയും കയർ സംഘങ്ങളെയും ശക്തിപ്പെടുത്തിയാൽ മാത്രമേ കയർ മേഖലയിൽ ശാശ്വത നിലനിൽപ്പുള്ളൂവെന്നും കെ.സി. അഭിപ്രായപ്പെട്ടു. ഓരോ വർഷം കഴിയുന്തോറും കയർ മേഖലയിൽ കയറ്റുമതി കൂടുന്നുണ്ടെന്ന് പറഞ്ഞ കെ.സി. ചകിരിനാർ ഉൽപ്പന്നങ്ങൾക്കാണോ കയറിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കാണോ കയറ്റുമതിയിലൂടെ ഗുണം ലഭിക്കുന്നതെന്ന ചോദ്യത്തിന് കയർ വകുപ്പ് മറുപടി പറയണമെന്നും അഭിപ്രായപ്പെട്ടു. എക്സ്പോർട്ട് കൂടുന്നത് ചകിരിനാര് ഉണ്ടാക്കിയ കയറിന്റെ എക്സ്പോർട്ട് ആണോ അല്ല കയറിന്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആണോ എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യത്തിന് കയർ വകുപ്പ് മറുപടി കണ്ടെത്തുന്നത്. രണ്ട് കീ ഫാക്ടേഴ്സ് അതിനകത്തുള്ളത്, ഒന്ന് ചെറുകിടക്കാരും മറ്റൊന്ന് സംഘങ്ങളും. ഈ രണ്ട് മേഖലയെ നമുക്ക് ശക്തിപ്പെടുത്തിയാൽ മാത്രമേ കയർ മേഖലയിൽ ശാശ്വതമായിട്ടുള്ള സന്തോഷവും സമാധാനവും ഗുണവും ഉണ്ടാവുന്നതാണ്. തന്റെ അഭിപ്രായത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കാണ് കയറ്റുമതിയിലൂടെ ഗുണം ലഭിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കയറ്റുമതി വർദ്ധിക്കുമ്പോൾ കയർത്തൊഴിലാളികളുടെ തൊഴിൽ സംതൃപ്തിയും ഉറപ്പുവരുത്തണമെന്നും കെ.സി. പറഞ്ഞു. അടിസ്ഥാനപരമായ മാറ്റങ്ങൾ കയർ മേഖലയിൽ ഉണ്ടാവണമെങ്കിൽ കയർത്തൊഴിലാളികളും സഹകരണ സംഘങ്ങളും തൊഴിൽ സംഘടനകളും കയറ്റുമതിക്കാരും ഗവൺമെന്റും ചേർന്ന് കൂട്ടായ്മയിലൂടെ ഒരു പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോകണമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. EMS സ്റ്റേഡിയത്തിൽ നടന്ന സെമിനാറിൽ കയർ വിപണന രംഗത്തെ പ്രമുഖരും അന്താരാഷ്ട്ര പ്രതിനിധികളും പങ്കെടുത്തു.